LDFന്റെ സിറ്റിംഗ് സീറ്റായ കോഴിക്കോട് നാദാപുരത്ത് എന്താകും കാര്യങ്ങളെന്ന് നോക്കാം. ഇത്തവണ അട്ടിമറി പ്രതീക്ഷയുണ്ട് UDFന്. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലടക്കം SIR പ്രതിഫലിച്ചു എന്നതാണ് UDFന്റെ വിലയിരുത്തൽ. 2021 അപേക്ഷിച്ച 17,199 വോട്ടുകളാണ് ഇത്തവണ വർദ്ധിച്ചത്. എന്നാൽ 10,183 വോട്ടിന്റെ വർധന മാത്രമാണ് പോളിംഗിൽ ഉണ്ടായത്. മണ്ഡലത്തിൽ 12,000 പ്രവാസി വോട്ടർമാരുണ്ടായെന്നതും നിർണായകമാണ്. ഇവരിൽ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്യാൻ എത്താത്തതിൽ UDFന് ആശങ്കയുണ്ട്. മണ്ഡലം കൈവിടുമെന്ന് CPI പ്രാഥമിക വിലയിരുത്തുന്നുമുണ്ട്. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, CPIക്ക് ഇത്തവണ അപ്രമാദിത്വമില്ല, അല്ലെങ്കിൽ ജയിച്ചു കയറാൻ തക്ക വിധം ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നതാണോ വിലയിരുത്തലായി വരുന്നത്? അട്ടിമറി പ്രതീക്ഷയുണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെ ഘടകങ്ങളാണ് അവിടെ നിർണായകമായത്? വിനീത, നാദാപുരം എന്ന് പറയുന്നത് CPIയുടെ ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായിട്ട് CPIയുടെ സ്ഥാനാർത്ഥിയിൽ മാത്രം വിജയിക്കുന്ന മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ CPIയുടെ കോട്ട UDF തകർക്കും, UDF അവിടെ അട്ടിമറി വിജയം നേടുന്നൊരു കണക്കുകൂട്ടൽ, ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ട്. അതിന് കണക്കുകളാണ് ആത്മവിശ്വാസത്തിന് കൂടുതൽ ബലമേകുന്നത്. കാരണം അവിടെ ഈ SIRമായി ബന്ധപ്പെട്ട കൂടുതൽ പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട്. 12,000-ൽ പരം പ്രവാസി വോട്ടുകൾ അവിടെ ചെയ്തിട്ടില്ല. ആ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നു. അത് സ്വാഭാവികമായിട്ടും UDFനായിരിക്കും ക്ഷീണം വരിക. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10 തദ്ദേശ സ്ഥാപനങ്ങളിൽ 6ഉം LDFനൊപ്പമാണെങ്കിൽ കൂടി ആകെ വോട്ടിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ 5,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം UDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് നാദാപുരം മണ്ഡലം 25,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നൽകിയത്. അത്രയധികം ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിന് നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണയും EK വിജയൻ CPIക്ക് വേണ്ടി വിജയിച്ചത് 5,000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. അങ്ങനെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ KM അഭിജിത്തിന് UDF സ്ഥാനാർത്ഥിക്ക് അവിടെ നിന്ന് P വസന്തത്തെ തോൽപ്പിച്ച് കയറി വരാൻ സാധിക്കുമെന്നൊരു കണക്കുകൂട്ടിലാണ് UDF ക്യാമ്പ് ഉള്ളത്. ഏതായാലും CPIയുടെ പ്രാദേശിക നേതൃത്വം കൊടുത്ത പ്രാഥമിക റിപ്പോർട്ടിൽ പോലും ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന തരത്തിലാണ് പറയുന്നത്. പക്ഷേ കണക്കുകൾ കൃത്യമല്ല. ഏതായാലും UDF ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. നാദാപുരത്ത് ഇത്തവണ ഒരു അട്ടിമറി വിജയം KM അഭിജിത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ് ഉള്ളത്. വിനീത, ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും 22 ദിവസം കൂടിയുള്ളൂ. കൂട്ടലും കിഴിക്കലും ഒക്കെ അതുവരെ ഉണ്ടാകും. അതിനുശേഷം നമുക്ക് യഥാർത്ഥ ഫലം എന്താണ്, ജനങ്ങളുടെ മനസ്സെന്തായിരുന്നു, ജനങ്ങളുടെ വിധിയെഴുത്ത് ആർക്ക് അനുകൂലമായിരുന്നു എന്ന് 140 മണ്ഡലങ്ങളിലും അറിയാനും സാധിക്കും.